മുസ്ലിം സമുദായത്തിനെതിരെ വിവാദ പരാമർശവുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം സമുദായം ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ തുടങ്ങി, നമ്മൾ ജനസംഖ്യ നിയന്ത്രിച്ചാൽ ഇല്ലാതാകും. കാന്തപുരം പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതിയെന്ന സ്ഥിതിയാണ് കേരള സർക്കാരിനെന്നും വെള്ളാപ്പള്ളി കോട്ടയത്ത് പറഞ്ഞു. ഇപ്പോ കാന്തപുരം പറയണം നോക്കി ഭരിച്ചാൽ മതി കേരള ഗവൺമെന്റ് എന്ന നിലയിലേക്ക് എത്തില്ലേ. സ്കൂളിലെ കുട്ടികൾക്ക് ഈ സൂമ്പ നിർത്താൻ ഗവൺമെന്റ് കൊണ്ടുവന്നു. ഗവൺമെന്റ് എന്ത് നിയമം കൊണ്ടുവന്നാലും അതിപ്പോ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് ഇല്ല എങ്കിൽ അത് കുഴപ്പമായി. 40 കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാണ്. നമ്മുടെ പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് 2 സീറ്റ് കുറഞ്ഞു. അതിനകത്ത് മലപ്പുറത്ത് 4 സീറ്റ് അങ്ങ് കയറി. അപ്പോൾ വാശിയായിട്ട് ഒരു പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, മലപ്പുറം വിട്ടൊരു കളിയുമില്ല വെള്ളാപ്പള്ളിക്ക്. മുൻപ് മലപ്പുറം പ്രത്യേക രാജ്യമാണെന്ന തരത്തിലൊക്കെ വിവാദ പരാമർശം നടത്തിയിരുന്നു അദ്ദേഹം. ഇപ്പോൾ എന്തൊക്കെയാണ് പരാമർശം നടത്തിയത്, എവിടെയാണ് നടത്തിയത്? അഖില, കോട്ടയത്ത് ഇന്ന് SNDP യൂണിയന്റെ ഒരു നേതൃസംഗമ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയിൽ ആണ് ഇത്തരത്തിൽ വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗം വെള്ളാപ്പള്ളി വീണ്ടും നടത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കാന്തപുരം അദ്ദേഹത്തിന്റെ ഇടപെടലുകളുമായൊക്കെ അതിനെയൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തുകയുണ്ടായത്. കാന്തപുരം പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതി എന്ന സ്ഥിതിയാണ് നിലവിൽ കേരള സർക്കാരിനെന്നും സൂംബ വിവാദവും അതോടൊപ്പം തന്നെ സ്കൂളിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് കാന്തപുരത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ഭരണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനം. അതോടൊപ്പം തന്നെ ഈ മുസ്ലിം സമുദായത്തിനെതിരെ ചില വിമർശനങ്ങളും നടത്തിയിരിക്കുന്നു. മുസ്ലിം സമുദായം ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് ചില പ്രത്യേക ലക്ഷ്യങ്ങളോട് കൂടി തന്നെയാണ് അവർ അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ SNDP സമുദായമായ നമ്മൾ ജനസംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ നിയന്ത്രിക്കുന്നത് കൊണ്ട് നമ്മളുടെ സമുദായം ഇല്ലാതാവുകയാണ് ചെയ്യുന്നതെന്നും വെള്ളാപ്പള്ളി പറയുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും കേരളത്തിലൊരു രാഷ്ട്രീയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് UDF-നെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനായിട്ട് ഇരിക്കുകയാണ് മുസ്ലിം ലീഗ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും കൂടുതൽ സീറ്റ് ലീഗ് ചോദിക്കും. അതോടൊപ്പം തന്നെ നിലവിൽ മലബാറിലാണെങ്കിൽ ഇതിന് പുറമെ തിരുവിതാംകൂറിലും കൊച്ചിയിലും അടക്കം കൂടുതൽ സീറ്റുകൾ ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഉദ്ദേശമെന്നും അവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി കസേര തന്നെയാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈഴവ സമുദായത്തിന് കേരളത്തിലെ തൊഴിലുറപ്പ് മേഖലയിൽ മാത്രമാണ് പ്രാധാന്യം കിട്ടുന്നതെന്നുള്ള ഒരു പരാമർശവും അദ്ദേഹം ഇതിനോടനുബന്ധിച്ച് നടത്തുകയുണ്ടായി. വീണ്ടും മുസ്ലിം സമുദായത്തിനെതിരെ വിവാദ പരാമർശവുമായി തിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.